ഓക്കെ ഗൈസ്, രാവിലെ ആണെങ്കിൽ സോമൻ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ സിറ്റിയിൽ എന്ത് സ്റ്റണ്ട് റേസ് നടക്കാറുണ്ട് വരാൻ. അപ്പോൾ അവൻ രാവിലെ നമ്മളെ വിളിച്ചു കഴിഞ്ഞ് അപ്പോൾ അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ആ സ്റ്റണ്ട് റേസ് നടക്കുന്ന സ്ഥലത്തേക്ക് വരാനാണ്. എന്നാൽ പിന്നെ നമുക്ക് നേരെ സ്റ്റണ്ട് റേസ് നടക്കുന്ന സ്ഥലം പോകാം. അതെന്തോ ബൈക്കിൻ്റെ ആണെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് എന്തായാലും നേരെ പോവാം. ഓക്കെ ഗൈസ്, എൻ്റെ കയ്യിലുള്ള ബൈക്കാണ് കവാസക്കി നിഞ്ച H2. അവൻ്റെ കയ്യിലുള്ള ഏത് ബൈക്കാണെന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. അപ്പം നമുക്ക് ഇനി നേരെ സ്റ്റണ്ട് റേസിൻ്റെ സ്ഥലത്തേക്ക്. അവൻ പറഞ്ഞ സ്റ്റണ്ട് റേസിൻ്റെ സ്ഥലമാണ്. അത് എനിക്ക് വഴി എത്തിപ്പോയി. നമുക്ക് അങ്ങോട്ടായി. സ്റ്റണ്ട് റേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മോളിൽ ചിലവർക്ക് കാണാമെന്ന് നോക്കുന്നു. അതുകൊണ്ട് അവിടെയാണ്. നമുക്ക് പറപ്പിച്ചിടാം. ഓ എൻ്റെ പൊന്നെ. ഓക്കെ, ഇവിടെ എവിടെയും കണ്ടാണ് സ്റ്റണ്ട് റേസ് നടക്കുന്നത്. എവിടെയാണ് നമ്മുടെ സ്റ്റണ്ട് റേസ്? അപ്പം പിന്നെ നമുക്ക് സ്റ്റണ്ട് റേസിൻ്റെ സ്ഥലം ഇവിടെ എവിടെ എങ്ങാണ്ടാണ്. അതുകൊണ്ട് നമ്മുടെ സോമൻ നീ എവിടെയാണ് പോയത്? എടാ സോമൻ, ഞാനിവിടെ ഉണ്ടായി. എൻ്റെ ബൈക്ക് നീ കണ്ടോ ഏതാണെന്ന്? എനിക്കൊന്ന് കാണണമല്ലോ എൻ്റെ ബൈക്ക്. ഓക്കെ ഗൈസ്, നമുക്ക് നേരെ എന്നാൽ പിന്നെ സോമൻ്റെ അടുത്ത് പോവാം. അവൻ കൊണ്ട് അവിടെ നിൽക്കുക. ആടാ സോമ, നിൻ്റെ ബൈക്ക് ഏതാ? എന്താടാ നിങ്ങൾക്ക് കണ്ടില്ലേ? എൻ്റെ പുറകെ നോക്കിയേ. എൻ്റെ മോനെ, ഇതെന്താ ഗോസ്റ്റ് റൈഡർ ബൈക്കോ? അതേടാ ഗോസ്റ്റ് റൈഡർ ബൈക്ക്. എന്താ വിശ്വാസമില്ലേ? ഇത് റിയൽ ആണെന്ന് എനിക്ക് തോന്നുന്നു. വിശ്വാസമുണ്ട്. പക്ഷേ എന്നാൽ പിന്നെ നമുക്ക് നേരെ സ്റ്റണ്ട് റേസിൽ പോവാം. ഓക്കേടാ. ഓക്കെ ഗൈസ്, നൈസായിട്ട് സ്റ്റണ്ട് റേസൊക്കെ തുടങ്ങുവാണ്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ആണെങ്കിൽ നമ്മുടെ സോമനാണ്. സോമൻ തന്നെയാണ്. നമുക്കതാ പിന്നെ സോമൻ്റെ റേസ് അങ്ങ് കണ്ടിട്ട് വരാം. അവൻ്റെ ബൈക്ക് പൊളി ബൈക്കാണ്. എന്തോ പിന്നെ ഗൈസ്, ഞാൻ രാവിലെ ഈ റേസ് നടക്കുന്ന ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞു എന്തൊക്കെയാണ് റൂൾസ് എന്ന്. ആ ചേച്ചി പറഞ്ഞു ഇപ്പോൾ സോമൻ ഹാഫ് എത്തി, അവനെക്കണ്ട് ഞാൻ കുറേ എത്തിയാൽ പിന്നെ അവർ വിന്നറാവുമെന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ്. എടാ നീ അവിടെ മിണ്ടായിരിക്കും. ഫസ്റ്റ് ഞാൻ ആദ്യം അടിക്കും. നമുക്കെന്നാൽ നോക്കാം. ഇതാണ് നമ്മുടെ ഓക്കെ ഗൈസ്, ഇതാണ് നമ്മുടെ സ്റ്റണ്ട് റേസ്. അവനാണെങ്കിൽ പൊട്ടനാണെങ്കിൽ അവിടെ കിടന്നിരിക്കുക. മിക്കവാറും ഞാൻ ഇവിടെ ജയിക്കത്തുള്ളൂ. അങ്ങ് മോളിൽ കയറാം. ഇവിടുന്നെങ്ങാനും വീണ തലവരും പൊടി പോലും കിട്ടില്ല. പതുക്കെ നമുക്ക് നോക്കാം പോയി. എൻ്റെ മോനെ, അയ്യോ ലാൻഡ്. ഓക്കെ ഗൈസ്, നമ്മളൊക്കെ ലാൻഡ് ആയിട്ടുണ്ട്. നോക്കാം. പിന്നെ ഇവിടെ നിന്നും കൂടെ സ്റ്റണ്ട് ചെയ്യാം. എൻ്റെ മോനെ സോമ, നീ ആള് പൊളിയാണല്ലോ. ഇല്ലല്ലോ, ഞാനാള് പൊളിയൊന്നും അല്ലടാ. ഇപ്പോൾ തോന്നി. ഓക്കെ ഗൈസ്, നൈസായിട്ട് നമ്മുടെ സോമനാണെങ്കിൽ അവിടെ നിന്ന് വീണിട്ടുണ്ട്. അവനാണെങ്കിൽ ബൈക്കിൽ നൈസായിട്ട് വീണു. സോമൊന്നും പറ്റില്ലല്ലോ. ഇല്ല, നമുക്കതാ നിൻ്റെ ഗൈസ്. പിന്നെ ഈ ഇവിടുത്തെ ചേച്ചി പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് വിജയിക്കുവാണെങ്കിൽ ഒരു ഗോൾഡൻ റോൾസ് റോയ്സും 18 കോടിയാണ് കിട്ടുന്നതെന്ന്. പിന്നെ നമുക്ക് ഓക്കെ ഗൈസ്, നൈസായിട്ട് നമ്മൾ തലയടിച്ച് വീണു. ഇനി നമുക്ക് അവൻ്റെ നോക്കാം ഏതൊക്കെയാണെന്ന്, എങ്ങനെ വിജയിക്കുന്നതെന്ന് നോക്കട്ടെ. ഓക്കെ ഗൈസ്, അടുത്ത ഞാനാണ് കേട്ടോ. സോമൻ എൻ്റെ ഹാഫ് എത്തി. എന്തായാലും നമുക്ക് സോമനെക്കാട്ടിലും വിജയിക്കേണ്ടതാണ്. അമ്മച്ചി ഗൈസ്, ഞാനെന്ത് പൊട്ടനാ വീണ്. ഓക്കെ ഗൈസ്, നൈസായിട്ട് എനിക്ക് ഗോൾഡൻ റോൾസ് റൈസൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഗൈസ്, നമുക്കെന്നാൽ പിന്നെ അവൻ്റെ പ്രൈസ് നോക്കാം. ഓക്കെ ഗൈസ്, നമ്മുടെ സോമന് കിട്ടിയത് ഈ റോൾസ് റൈസാണ് കേട്ടോ. എടാ നീ റോൾസ് റൈസ് എടുത്തോ. നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായതുകൊണ്ട് നിനക്ക് ഞാൻ ഈ റോൾസ് റോയ്സ് ഇടാം. എനിക്ക് 18 കോടി ഇതും കൊണ്ട് എനിക്ക് വേണമെങ്കിൽ കുറേ റോൾസ് റോയ്സ് ഓടിക്കാം. അതുകൊണ്ട് നീ റോൾസ് റോയ്സ് എടുത്തോ. താങ്ക് യു സോമ, താങ്ക് യു. ഓക്കെ ഗൈസ്, നൈസായിട്ട് സോമനാണെങ്കിൽ നമുക്ക് ഈ ഗോൾഡൻ റോൾസ് റോയ്സൊക്കെ തന്നിരിക്കുകയാണ്. സോമ താങ്ക്സ്.
ഓക്കേടാ. ഓക്കെ ഗൈസ്, അപ്പം നിങ്ങൾക്ക് ഈ സ്റ്റോറി വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ഗുഡ് ബൈ.